ഹായ് വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. ഇന്ന് ലാബ് അസിസ്റ്റൻ്റ് റിവിഷൻ രണ്ടാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മളതിൻ്റെ ബാക്കിയാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉണ്ണിയേശു എന്നർത്ഥം വരുന്ന ആഗോള പ്രാധാന്യമുള്ള കാലാവസ്ഥ പ്രതിഭാസം. ആൻസർ ഓപ്ഷൻ സി ആണ്, എൽ നിനോ. ഇനി നമുക്ക് എന്താണ് എൽ നിനോ എന്ന് നോക്കാം. കിഴക്കൻ പസഫിക് ഭാഗത്തുണ്ടാകുന്ന ഉഷ്ണജല പ്രവാഹമാണ് എൽ നിനോ. 3 മുതൽ 7 വർഷങ്ങളുടെ ഇടവേളകളിലാണ് എൽ നിനോ ഉണ്ടാകുന്നത്. എൽ നിനോ പ്രതിഭാസം ഉണ്ടാകുന്നത് ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. ഇനി അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ പുലയരെയും ഈഴവരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ ഈ സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളും. പന്തി ഭോജനം ചെയ്തത് തൈക്കാടയ്യ. പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനുമാണ്. ഈ 3 പോയിന്റുകൾ കൂടി അഡീഷണലായിട്ട് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി. ആൻസർ ഓപ്ഷൻ ബി, ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് നോക്കാം. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനാണ് ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികൾ ആരംഭിച്ച സംസ്കൃത വിദ്യാലയമാണ് ബ്രഹ്മാനന്ദോദയം. ആഗമന സ്വാമികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം. ഇതൊക്കെയാണ് അമൃതവാണിയും പ്രബുദ്ധ കേരളവും. ആഗമാനന്ദ സ്വാമികളെക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്. ആൻസർ ഓപ്ഷൻ എ ആണ്, TK മാധവൻ. ഇവിടെ SNDP പരിപോഷിപ്പിക്കുന്നതിനായിട്ട് TK മാധവൻ സ്ഥാപിച്ച സംഘടനയാണ് ധർമ്മഭട സംഘം. ഇതാണ് ധർമ്മഭട സംഘം. പൗരസമത്വ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് 1918 പൗരസമത്വവാദം എന്ന പ്രശസ്തമായ ലേഖനം എഴുതിയ വ്യക്തി TK മാധവനാണ്. അടുത്ത ചോദ്യം, നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചത് ആര്? മന്നത്ത് പത്മനാഭനാണ് നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിക്കാം. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? സർദാർ KM പണിക്കർ. മന്നത്ത് പത്മനാഭൻ NSSന്റെ പ്രസിഡന്റായ വർഷം എന്നാണ്? 1945. NSSന്റെ പ്രസിഡന്റ് ആയത് 1945. NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. അടുത്ത ചോദ്യം നോക്കാം. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ P. പൽപ്പു. പൊതുനിരത്തിൽ പട്ടികൾക്കും പന്നികൾക്കും എന്ന പോലെ മനുഷ്യർക്കും ഉണ്ടാകണം സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് ഗാന്ധിജിക്ക് കത്തെഴുതിയത് ഡോക്ടർ പൽപ്പു ആണ്. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപരനാമങ്ങളും കൂടി നോക്കാം. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനാണ്. അതുപോലെ രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ് വക്കം മൗലവി. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവ മേനോനാണ്. സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? C. കേശവൻ. പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ട സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി, കൊച്ചിയാണ്. ഇതുമായിട്ട് റിലേറ്റഡ് കുറച്ച് പോയിന്റ് നോക്കാം. കേരളത്തിലെ ആദ്യ പ്രസ് എവിടെയാണ്? CMS പ്രസ് കോട്ടയത്താണ്. CMS പ്രസ് സ്ഥാപിച്ച ബ്രിട്ടീഷ് മിഷണറിയാണ് റവറൽ ബെഞ്ചമിൻ ബെയ്ലി. അതുപോലെ തന്നെ കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. ചാവറയച്ചൻ കേരളത്തിൽ സ്ഥാപിച്ച അച്ചടിശാലയാണ് സെൻറ്റ് ജോസഫ് പ്രസ്. മാന്നാനത്താണുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. കൊച്ചിയിൽ അടിമ വ്യാപാരം നിർത്തലാക്കിയ ദിവാൻ ആരാണ്? കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, ശങ്കുണ്ണി മേനോൻ. കേരളത്തിലെ അടിമക്കച്ചവടം നിലനിന്നിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടാണ്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് അടിമക്കച്ചവടം നിലനിന്നിരുന്നതെന്ന് നോക്കുക. കൊച്ചിയും തിരുവിതാംകൂറിലുമാണ്. തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് ആരാണ്? റാണി ഗൗരി പാർവതി ഭായിയാണ്. ആരാണ് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത്? റാണി ഗൗരി പാർവതി ഭായിയാണ്. എന്നാണ്? 1812. ഈ വർഷങ്ങളെല്ലാം ഓർത്ത് വെച്ചേക്കണേ.
തിരുവിതാംകൂറിൽ അടിമകൾക്ക് മോചനം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് 1853 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ അടിമകൾക്ക് മോചനം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. കൊച്ചിയിൽ അടിമത്തം നിയമമൂലമായി നിർത്തലാക്കിയ ദിവാനാണ് ശങ്കര വാര്യർ എന്നാണ് 1854. അടുത്ത ചോദ്യം നോക്കാം. തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആര്? ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് റാണി സേതു ലക്ഷ്മിഭായി ആണ്. കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ തന്നെയാണ്. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശ്രീ ചിത്തിര തിരുനാളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം നോക്കാം. പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബര സമയത്ത് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡൻസ് ആണ് കേണൽ കോളിൻ മെക്കാളെ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിച്ച വർഷം? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, 1969. നമുക്കിനി 1969 കുറച്ച് പ്രത്യേകതകളോട് നോക്കാം. കേരളത്തിൽ ഔദ്യോഗിക ഭാഷ നിയമം നിലവിൽ വന്നത് 1969. മദ്രാസ് സംസ്ഥാനത്തിൻ്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയത് 1969. ഇതൊക്കെയാണ് കേരളത്തിലെ ഔദ്യോഗിക ഭാഷ നിയമം നിലവിൽ വന്നത്. മദ്രാസ് സംസ്ഥാനത്തിൻ്റെ പേര് തമിഴ്നാട് എന്ന് മാറ്റിയത്, ISRO സ്ഥാപിതമായത്, CSIF സ്ഥാപിതമായത്, NSS സ്ഥാപിതമായത്, ഭരണഘടനയുടെ 22ാം ഭേദഗതി നടന്ന വർഷം, മലപ്പുറം ജില്ല രൂപീകൃതമായത് 1969 ജൂൺ 16. ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലൊരു ചോദ്യമാണ്, നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്നാണ്? 1946. ഇമ്പോർട്ടൻ്റ് ആണ്. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡലിനുമെതിരായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും ഈ പുന്നപ്ര വയലാർ സമരമാണ്. എന്താണ് തുലാം 10 എന്നറിയപ്പെടുന്ന സമരം? ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് നോക്കി വയ്ക്കാം. കെ ശങ്കരനാരായണൻ നമ്പിയുണ്ട്, TV തോമസ്, പത്രോസ് സുഗതൻ. അപ്പോൾ ആരൊക്കെയാണ് പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത്? കെ ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ് സുഗതൻ. പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം പഠിച്ചു വെക്കുക. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ഏതാണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദനാണ്. അതുപോലെ പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി P കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് KCS മണി. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യ പര്യവേഷണ കേന്ദ്രം? ആൻസർ ഓപ്ഷൻ എ ആണ്, ദക്ഷിണ ഗംഗോത്രി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം? ഓപ്ഷൻ ബി, ആന്ധ്രാപ്രദേശാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരീക്ഷമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ വരെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോണിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഏതാണ്? ഡോപ്സൺ ആണേ, ഡോപ്സൺ. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. അടുത്ത ചോദ്യം. ഫോസിലുകളുടെയും ജൈവ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി ഏതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കാർബൺ 14 ആണ്. ഓക്കെ, അപ്പോൾ ഈ വസ്തുക്കളുടെ കാലപ്പഴക്കം കൃത്യമായി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തെയാണ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ ഡേറ്റിംഗ് ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യാർഡ് ഫ്രാങ്ക് ലിബിയാണ്.
ആരാണ്? വില്യാർഡ് ഫ്രാങ്ക് ലിബി. പാറകളുടെയും ധാതുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി ഏതാണ്? റുബീഡിയം സ്ട്രാൻഷ്യം ഡേറ്റിംഗ്. അപ്പോൾ പാറകളുടെയും ധാതുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയാണ് റുബീഡിയം സ്ട്രാൻഷ്യം ഡേറ്റിംഗ്. അറ്റോമിക മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കാർബൺ 12. അടുത്ത ചോദ്യം നോക്കാം. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, DNA. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 46 മനുഷ്യൻ്റെ ശരീരത്തിലെ ആകൃതി നിർണ്ണയിക്കുന്ന ക്രോമസോമാണ് സ്വരൂപ ക്രോമസോം. ഏതാണ്? സ്വരൂപ ക്രോമസോം. ഈ പോയിന്റുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ എല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. അടുത്തത് ലിംഗനിർണ്ണയ ക്രോമസോമുകൾ ഏതാണ്? അത് ലിംഗ ക്രോമസോമാണ്. 45ഉം 46ഉമാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ആകൃതി നിർണ്ണയിക്കുന്ന ക്രോമസോം 1ഉം 44ഉമാണ്. DNA ഘടനയാണ് ചുറ്റുഗോവണി. എന്താണ്? DNA ഘടനയാണ് ചുറ്റുഗോവണി. DNA കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ജോഹാൻ ഫെഡറിക് മിഷർ. ഈ DNA ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനെയും കൂടി അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണെന്ന് നോക്കാം. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്ക്. നമുക്കറിയാം ജീനുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? DNA-യിലാണല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കാം. സൗരയൂഥത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ചെസ് ചാമ്പ്യൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വിശ്വനാഥൻ ആനന്ദ്. ഈ കുഞ്ഞൻ ഗ്രഹത്തിൻ്റെ നാമകരണം എങ്ങനെയാണെന്ന് വെച്ചാൽ 4538 എന്നാണ്. ഇങ്ങനെയുള്ള കുഞ്ഞൻ ഗ്രഹം കണ്ടെത്തിയത് കെൻസോ സുസുക്കിയാണ്. 1988 അടുത്ത ചോദ്യം നോക്കാം. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് പറയുന്ന പേരെന്ത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സൈബർ ക്രൈമാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യ ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് സൈബർ ലോ ആൻഡ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഡിജിറ്റൽ കറൻസിക്ക് പറയുന്ന പേര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ്റെ ഉപജ്ഞാതാവാണ് സതോഷി നാകാമോട്ടോ. ഇപ്പോൾ നമ്മൾ 30 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം തന്നെ നോട്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കുക.